നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ശിവരാത്രി പുരസ്കാരം ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ദീർഘകാല സെക്രട്ടറിയായിരുന്ന മാങ്ങാറി ശിവദാസന് സമർപ്പിക്കും. താന്യം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കിഴുപ്പള്ളിക്കര കല്ലങ്കരമാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കുപ്രസിദ്ധ കുറ്റവാളി ബണ്ടിച്ചോർ അറസ്റ്റിൽ. അന്തിക്കാട് മുട്ടിച്ചൂരിൽ നിന്ന് മാരക സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ അന്തിക്കാട് പോലീസും ഡൻസഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ശിവരാത്രി പുരസ്കാരം ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ദീർഘകാല സെക്രട്ടറിയായിരുന്ന മാങ്ങാറി ശിവദാസന് സമർപ്പിക്കും. ക്യാഷ് അവാർഡും കീർത്തി മുദ്രയും പ്രശസ്തി പത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 26-ന് വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. പൊതുരംഗത്ത് സേവനം നടത്തിവരുന്ന പ്രഗത്ഭമതികളെ ആദരിക്കുന്നതിനു വേണ്ടി ആറാട്ടുപുഴ മന്ദാരംകടവ് ശിവരാത്രി ആഘോഷ സമിതി ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി 2023-ൽ ശ്രീ ശാസ്ത പുരസ്കാരം നൽകി ശിവദാസനെ ആദരിച്ചിട്ടുണ്ട്. 1994-ൽ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയായാണ് ശിവദാസൻ ക്ഷേത്ര പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത്. താന്യം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കിഴുപ്പള്ളിക്കര കല്ലങ്കരമാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 12,54,100 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 30 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനാണ് ഇതോടെ പരിഹാരമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുപ്രസിദ്ധ കുറ്റവാളി ബണ്ടിച്ചോർ അറസ്റ്റിൽ. അന്തിക്കാട് മുട്ടിച്ചൂരിൽ നിന്ന് മാരക സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ അന്തിക്കാട് പോലീസും ഡൻസഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 17 ഗ്രാം MDMA കണ്ടെടുത്തു. ബണ്ടിച്ചോർ എന്ന പേരിൽ നാട്ടിൽ കുപ്രസിദ്ധി നേടിയ ആളാണ് മുറ്റിച്ചൂർ സ്വദേശി കോന്നാടത്ത് വീട്ടിൽ 24 വയസ്സുള്ള വിഷ്ണു. ലഹരി വസ്തുക്കൾ പുറമേ നിന്നെത്തിച്ച പ്രാദേശിക ലഹരി സംഘങ്ങൾക്കും ആവശ്യക്കാർക്കും എത്തിച്ചു നൽകുന്നത് വിഷ്ണുവാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, DCB DYSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മുറ്റിച്ചൂർ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ നിന്ന് 17 ഗ്രാം MDMA സഹിതം വിഷ്ണുവിനെ പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ നീക്കങ്ങൾ മണത്തറിഞ്ഞ് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്ന് കണക്കിലാക്കി കൃത്യമായ നീക്കങ്ങളിലൂടെയായിരുന്നു പ്രതിയെ പിടികൂടിയത്. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ അന്തിക്കാടും പരിസര പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. അന്തിക്കാട് SHO സുബിന്ദ് KS, SI അഭിലാഷ്, ഡാൻസാഫ് SIമാരായ ജയകൃഷ്ണൻ, ഷൈൻ, ASI സൂരജ് V ദേവ്, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ സോണി, ഷിൻഡോ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ന്യൂ ഇയറോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു. ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനിച്ചത്. തൃപ്രയാർ ഇഷാര ഗോൾഡ് 2025 ന്യൂ ഇയറിനോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോ വിന്നറായ വലപ്പാട് സ്വദേശി തെക്കൂട്ട് ജയശ്രീക്കാണ് ബമ്പർ സമ്മാനമായ ഡയമണ്ട് നെക്ലേസ് നൽകിയത്. ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാനദാനം നിർവഹിച്ചു. ഇഷാര മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, PRO KM ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ സന്നിഹിതരായിരുന്നു. വിന്നറായ ജയശ്രീ തെക്കൂട്ടിന്റെ കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തു. ലക്കി ഡ്രോയിൽ പങ്കെടുത്ത എല്ലാ ഉപഭോക്താക്കൾക്കും ഇഷാര PRO KM ഉബൈദു നന്ദി പറഞ്ഞു. തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. 2025 ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് നടത്തിയ നറുക്കെടുപ്പിലെ ബമ്പർ സമ്മാന വിജയിയായ
ശ്രീമതി ജയശ്രീ ചേക്കോട്ടൊക്കെ പലപ്പാടുള്ള ശ്രീ ജയശ്രീ പഠിക്കും വിശാല ഗവൺമെൻറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയായ ജയശ്രീക്ക് എല്ലാ ആശംസകളും. പഴവിൽ വെസ്റ്റ് മഹൽ 23ാമത് സ്വലാത്ത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ കൂട്ടായ്മയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. വെസ്റ്റ് മഹൽ ഖത്തീബ് ഷാഹുൽ ഹമീദ് ഭാരിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് വെളിയത്തപറമ്പിൽ അധ്യക്ഷനായി. പഴവിൽ സെയിന്റ് ആന്റണീസ് ഫൊറാന പള്ളി വികാരി റവറന്റ് ഡോക്ടർ വിൽസൺ ചെറുവത്തൂർ, സുബ്രഹ്മണ്യ ക്ഷേത്രം ഉദ്ദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ്, സെയിന്റ് ആന്റണീസ് സ്കൂൾ അധ്യാപകൻ ഓസ്റ്റിൻ അലപ്പാട്, മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം കക്കേരി, സുഹൈൽ നിസാമി, അബ്ദുൽ ജബ്ബാർ ഉസ്താദ്, സലാം കക്കേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. രോഗങ്ങളും വാർദ്ധക്യവും അവശരാക്കിയവർക്ക് സ്നേഹ സാന്ത്വന യാത്ര സമ്മാനിച്ച് പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ. KS അജയൻ, PB സുധീർ, സജീവൻ മുളങ്ങിൽ, VK മനോജ്, TK ബിജുകുമാർ, KG ചന്ദ്രൻ, KV മിനി, ഉഷ രാജൻ, ലിനി സുധീർ എന്നിവർ നേതൃത്വം നൽകി. അമ്പലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റ് 3 പേർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ആരുടെയും പരിക്ക് സാരമല്ല. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ആമ്പലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ബസ്സിന് പുറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ ഒരു കാർ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. തൃശൂർ എറവ് ആറാങ്കല്ലിൽ അടിപിടിക്കിടെ തലയിടിച്ച് നിലത്ത് വീണ വയോധികൻ മരിച്ചു. പുളിക്കത്തറ വീട്ടിൽ മോഹനനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദേശവാസികളായ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 8:30യോടെ ആറാംകല്ല് സെന്ററിലായിരുന്നു സംഭവം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയോട് ചേർന്നുള്ള എറവ് കൈപ്പിള്ളി റോഡിൽ വെച്ച് മദ്യലഹരിയിലായിരുന്ന 4-കല്ല് സ്വദേശി മോഹനൻ വാഹനം തടയാൻ ശ്രമിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ഇതുവഴി വന്ന പ്രദേശവാസികളായ 2 യുവാക്കളുമായി മോഹനൻ തർക്കത്തിലായി. അസഭ്യം വിളി ഒടുവിൽ കയ്യാങ്കളിയിലെത്തി. പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ യുവാക്കളിൽ ഒരാൾ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് മോഹനൻ റോഡിന് സമീപമുള്ള കടയുടെ മുൻവശത്തായി കാനിയോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിൽ തലയിടിച്ച് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നാട്ടുകാർ ചേർന്ന് മോഹനനെ തൃശൂരിലുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംഭവശേഷം ഒളിവിൽ പോയ യുവാക്കൾക്കായി പോലീസ് രാത്രി തന്നെ തിരച്ചിൽ തുടങ്ങിയിരുന്നു. 2 പേരെയും അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് ലഭിക്കുന്ന വിവരം. പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ബുഷി ഡോഗ് കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷൻ 36ാമത് വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിംനേഷ്യം 4ാമത് വാർഷിക ആഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ പരിശോധിച്ചാൽ 465 പഞ്ചായത്തുകളിലാണ് സ്വന്തമായിട്ടുള്ള കളിക്കളമില്ലാത്തത്, ഗ്രൗണ്ടുകളില്ലാത്തതായിട്ട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അത്തരം പഞ്ചായത്തുകളിൽ ഏകദേശം 180ഓളം പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. ഏകദേശം 76ഓളം പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകൾ മാത്രമാണ് ഉള്ളത്. ഏകദേശം 1000-ലധികം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ വെറും 200-ൽ താഴെ പഞ്ചായത്തുകൾ കൂടി കളിക്കളം നിർമ്മിച്ചാൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ്. അതിൻ്റെ ഉദ്ദേശം കളിക്കളം എന്നുള്ളതിലപ്പുറം നമ്മുടെ കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇടം ഒരുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുമാത്രമല്ല, എല്ലാവരെയും ആ കളിക്കളത്തിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ കളിക്കളങ്ങളില്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ ഉണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 1400 കോടി രൂപയാണ് കേരളത്തിന്റെ സ്പോർട്സ് വികസനത്തിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ കാൻജോ വലീദ് ഹസൻ അൽ മറ ഓണററി ബിരുദമായി ബ്ലാക്ക് ബെൽറ്റ് കായികമന്ത്രി വി അബ്ദുൾ റഹ്മാനെ അണിയിച്ചു. പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കാൻജോ ഷുഹൈബ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മുരളി പെരുന്നെല്ലി MLA മുഖ്യപ്രഭാഷണം നടത്തി. ഫുൾ കോണ്ടാക്ട് കരാട്ടെ റെഡ് ബെൽറ്റ് ഹോൾഡർ ജപ്പാനിൽ നടന്ന ഓപ്പൺ വെയ്റ്റ് ഫുൾ കോണ്ടാക്ട് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 തവണ ഗോൾഡ് മെഡൽ ജേതാവുമായ ഗ്രാൻഡ് മാസ്റ്റർ കാൻജോ വലീദ് ഹസൻ അൽമറ മുഖ്യാതിഥിയായിരുന്നു. ഐഷ വലീദ് ഹസൻ അൽമറ
വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി, ടി വി ഹരിദാസൻ, അസ്ഗർ അലി തങ്ങൾ, ആർ പി റഷീദ്, അബ്ദുൾ മനാഫ്, പി എം മുഹസിൻ, പി വി അലി, അക്ബർ വെളിയങ്കോട്, ഷക്കീർ വെന്മേനാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരാട്ടെ ഡെമോൺസ്ട്രേഷൻ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ശിവരാത്രി പുരസ്കാരം ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ദീർഘകാല സെക്രട്ടറിയായിരുന്ന മാങ്ങാറി ശിവദാസന് സമർപ്പിക്കും. താന്യം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കിഴുപ്പള്ളിക്കര കല്ലങ്കരമാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കുപ്രസിദ്ധ കുറ്റവാളി ബണ്ടിച്ചോർ അറസ്റ്റിൽ. അന്തിക്കാട് മുട്ടിച്ചൂരിൽ നിന്ന് മാരക സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ അന്തിക്കാട് പോലീസും ഡൻസഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.